നമസ്കാരം. പതിരും കതിരും. കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഏറെ ഇഷ്ടമുള്ള പുരാണ കഥാപാത്രമാണ് മഹാഭാരതത്തിലെ ഭീമൻ. ശക്തിയുടെ മൂർത്തിമത് ഭാവമാണ് ഭീമൻ. കുട്ടികൾക്ക് ഭീമന്റെ പേരിൽ പല വിലക്കുകളും നിലവിലുണ്ട്. കാല് പുറത്തിട്ട് കിടക്കരുത്, ശക്തി കുറയും എന്നതാണ് അതിലൊന്ന്. പണ്ട് ദുര്യോധനൻ ഭീമന്റെ ശക്തി കുറയ്ക്കാനായി ചെറിയ പായയാണ് കിടക്കാൻ കൊടുത്തത്. എന്നിട്ടോ ഭീമൻ കാല് പായിൽ തന്നെ വെച്ച് തല പുറത്തേക്കിട്ട് കിടന്നു. അതുതന്നെ കേരളത്തിലെ ഏറ്റവും ശക്തിയുള്ള പ്രസ്ഥാനമാണ് CPM. അവർക്ക് പണ്ട് മുതൽക്കേ ജനം ഒരു പായ വിരിച്ചു കൊടുത്തിട്ടുണ്ട്. ജനകീയ പ്രസ്ഥാനമായതിനാൽ കാലെപ്പോഴും നിലത്ത് മുട്ടിക്കിടക്കണമെന്ന നിർബന്ധത്തോടെയായിരുന്നു അത്. എന്നാൽ ശക്തി അല്പം കുറഞ്ഞാലും വേണ്ടില്ല, കാല് നിലത്ത് മുട്ടിക്കൂടാ എന്ന ചിന്തയിലായി പിൽക്കാലത്ത് പാർട്ടിയുടെ പ്രവർത്തനം. അവരാ ചെറിയ പായിൽ ചുരുണ്ടുകൂടി കിടന്നു. അത് തിരിച്ചറിഞ്ഞ ജനം പായടക്കം പൊതിഞ്ഞു കെട്ടി പ്രസ്ഥാനത്തെ പള്ളിക്കാട്ടിൽ എറിഞ്ഞിരിക്കുകയാണ്. വ്രണം പൊട്ടിയ ശിരസുമായി പടകുടീരങ്ങളിൽ കയറിയിറങ്ങുന്ന പകയുടെ പ്രതിരൂപമായ അശ്വത്ഥാമാവിനെ പോലെ ഇന്നും പ്രതികാരം ചെയ്യാനായി വാളും രാഗി നടക്കുകയാണ് ഈ പാർട്ടി. ഈ പാർട്ടിയെ തകർക്കാൻ തക്കം പാർത്തിരിക്കുന്ന ബൂർഷ്വാസികൾ ഏതുണ്ട് ഈ നാട്ടിൽ? നെല്ലുകുത്തുന്ന മില്ലുള്ള മാടമ്പിമാർ ഇപ്പോഴില്ല. നെല്ലളക്കുമ്പോൾ കൂലി കൊടുക്കാത്ത ജന്മിമാരില്ല. സ്ത്രീയുടെ മറയ്ക്കാത്ത മാറിലേക്ക് നോക്കി വരമ്പിൽ നിന്ന് വെള്ളമിറക്കുന്ന കോയിത്തമ്പുരാനില്ല. അവരൊക്കെ പല രൂപത്തിലും ഭാവത്തിലും ഇന്ന് പാർട്ടിയുടെ ഭാഗമായി സുഖിച്ച് ജീവിക്കുന്നു. പിന്നെ ആരുടെ തലയെടുക്കാനാണ് ഈ പ്രസ്ഥാനം കൊലവിളിയുമായി വീടുകൾ കയറിയിറങ്ങുന്നത്? ഏറ്റവും ഒടുവിലായി ഇന്നലെ ഒരു കോടതി വിധി വന്നു. നെട്ടയം രാമഭദ്രൻ എന്നൊരു കോൺഗ്രസ്സുകാരനെ വീട്ടിൽ കയറി വെട്ടിക്കൊന്ന ഏതാണ്ട് 14ഓളം CPM ക്രിമിനലുകൾ കുറ്റക്കാരാണെന്ന് തിരുവനന്തപുരം CBI പ്രത്യേക കോടതി കണ്ടെത്തിയിരിക്കുന്നു. പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയും അടക്കമുള്ളവരാണ് പ്രതികൾ. അതുകൊണ്ട് ഞമ്മക്ക് കൊലയിൽ പങ്കില്ല എന്ന് പറയാൻ ഒരുത്തനും വന്നില്ല. 14 പ്രതികളും CPMകാരാണ്. 30-ാം തീയതി കോടതി ഇവർക്കുള്ള ശിക്ഷ വിധിക്കും. രാമഭദ്രൻ ചെയ്തത് മാരകമായ ഒരു കുറ്റമായിരുന്നു. CPMന്റെ പ്രവർത്തകരെ സ്വാധീനിച്ച് കോൺഗ്രസിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം നടത്തി. പാതിരാത്രി വീട്ടിൽ കയറിയ അക്രമി സംഘം ഭാര്യയുടെയും മക്കളുടെയും മുമ്പിലിട്ട് രാമഭദ്രനെ തുണ്ടം തുണ്ടമായി വെട്ടി. മക്കൾക്കൊപ്പം ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഈ നിഷ്ഠൂര ജന്മങ്ങൾ കൊലച്ചോറെടുത്ത് ചോരയിൽ ഉരുട്ടി തിന്നാനായി പാഞ്ഞെത്തിയത്. മക്കളുടെ രക്ഷയോർത്താകണം വെട്ടുകൊണ്ട രാമഭദ്രൻ പുറത്തേക്കിറങ്ങി ഓടി. എന്നിട്ടും അവർ പിന്തുടർന്ന് വെട്ടിക്കൊന്നു. CPMന്റെ പ്രവർത്തകരായ സാക്ഷികൾ കൂറുമാറിയിട്ടും ആ പിശാചുക്കളുടെ മുഖം മക്കളും ഭാര്യയും എങ്ങനെ മറക്കും? ഒന്നാലോചിച്ചു നോക്കൂ. തങ്ങളുടെ പ്രവർത്തകർ രാമഭദ്രൻ്റെ കൂടെ പോയി കോൺഗ്രസ്സുകാരാകുന്നതാണ് കൊലപാതകികളെ ചൊടിപ്പിച്ചത്. RSSകാരും BJPക്കാരുമായ ഏതാണ്ട് 63 ക്രിമിനലുകൾ CPMലേക്ക് വന്നപ്പോൾ അവരെ മാലയിട്ട് സ്വീകരിച്ച ആരോഗ്യമന്ത്രിയുടെ പാർട്ടിയാണ് ഇതെന്നോർക്കണം. അപ്പോൾ ഇങ്ങോട്ട് ആർക്കു വേണമെങ്കിലും വരാം. അവരെത്ര ക്രിമിനലായാലും അങ്ങോട്ടൊരൊറ്റയൊരുത്തിനും പോയേക്കരുത്. CPMകാർ BJPയിലേക്ക് പോയാൽ എന്തുകൊണ്ടാണ് ഓടിച്ചിട്ട് വെട്ടാനും കൊല്ലാനും പാർട്ടിക്കാർ പുറകെ പോകാത്തത്? പിണറായി വിജയൻ വളർത്തി വലുതാക്കി MLA ആക്കിയ അൽഫോൺസ് കണ്ണന്താനം BJPയിൽ പോയി മന്ത്രിയായപ്പോൾ പിണറായി ഊട്ടിയത് കൊലച്ചോറായിരുന്നില്ല. കേരള ഹൗസിൽ വിളിച്ചു വരുത്തി വിരുന്നുചോർ കൊടുത്തായിരുന്നു ആഘോഷം. തൻ്റെ പ്രവർത്തകരെയും കൊണ്ട് TP ചന്ദ്രശേഖരൻ RSSലേക്കോ BJPയിലേക്കോ പോയിരുന്നെങ്കിൽ എണ്ണം പറഞ്ഞു വെട്ടാൻ ഒരു കൊടിസുനിയും ട്രൗസർ ഇട്ടവനും പോകില്ലായിരുന്നു. അങ്ങനെ ചെയ്താൽ തിരിച്ചു കിട്ടുമെന്ന് അവർക്കറിയാം. ഒരു ഷേവിംഗ് കത്തി പോലും നേരെ ചൊവ്വേ പിടിക്കാൻ ശേഷിയില്ലാത്ത കോൺഗ്രസ്സുകാരൻ്റെ വീട് കയറി വെട്ടിക്കൊന്നാൽ ഒരുത്തരും ചോദിക്കാൻ വരില്ലെന്ന് CPMകാർക്ക് നല്ലതുപോലെ അറിയാം. ഒരു ചമ്പൻ പാക്ക് കീറാൻ പോലും കത്തി കയ്യിലെടുത്തിട്ടുള്ളവരല്ല VD സതീശനും ചെന്നിത്തലയും KC വേണുഗോപാലും. ഉള്ളിലൊളിപ്പിച്ച പാര സ്വന്തം കാര്യത്തിനായി അവരെടുത്ത് പ്രയോഗിക്കും എന്ന് മാത്രം. കോൺഗ്രസിൽ നിന്നിറങ്ങി രായ്ക്ക് രാമാനം CPMമായ ഏതെങ്കിലും ഒരുത്തനെ കോക്രി പിടിക്കാനെങ്കിലും കോൺഗ്രസ്സുകാർ പോകാറില്ല. മറിച്ചായാൽ അവൻ്റെ വീടിൻ്റെ ജനാലച്ചില്ലയെങ്കിലും പിറ്റേന്ന് മാറേണ്ടി വരും. പണ്ട് വർഗശത്രുക്കൾക്കെതിരെയായിരുന്നു നക്സലുകൾ ആയുധമെടുത്തത്.
പാർട്ടി ശത്രുക്കളെ വീട്ടിൽ കയറി വകവരുത്തുന്ന കലാപരിപാടിയിൽ നിന്നും ഇന്നും CPM പിന്മാറിയിട്ടില്ല. അതുകൊണ്ട് വലിയ ഗുണമുള്ളത് വേറെ സാക്ഷികളെ അന്വേഷിക്കാൻ പോലീസുകാർക്ക് മിനക്കെടേണ്ടതില്ല എന്നാണ്. ഇരകൾ അത്താഴമുണ്ണാനിരിക്കുമ്പോഴാകും കൊലപാതകികൾ ആക്രോശവുമായി ഓടി വരിക. തെരുവിൽ വെച്ച് കൊന്നാൽ ഒരുത്തരും സാക്ഷി പറയില്ലെന്ന് പാർട്ടിക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ പ്രസ്ഥാനത്തിനു വേണ്ടി ജീവിക്കുന്നവർ തടവറകളെ ഭയപ്പെടാറില്ല. അതുകൊണ്ട് വീട്ടിൽ കയറി ചെന്ന് പ്രതികാരം ചെയ്യുന്നതാണ് ധീരതയുടെ ലക്ഷണം. അകത്തു പോകുന്നവൻ്റെ ഭാര്യയ്ക്ക് സഹകരണ ബാങ്കിലോ സപ്ലൈകോയിലോ അംഗൻവാടിയിലോ ആശുപത്രിയിലോ ഒക്കെ ജോലി കൊടുക്കും. പ്രതികളെ ഒളിവിൽ പോകാൻ സഹായിക്കാനും പോലീസിനെ സ്വാധീനിച്ച് പലരെയും പ്രതി അല്ലാതാക്കാനും മുഴുത്ത നേതാക്കന്മാരെല്ലാം ഒപ്പമുണ്ടാകും. പാർട്ടി വക്കീലന്മാരുള്ളതിനാൽ ഫീസ് കൊടുക്കാതെ കേസും നടത്താം. പണ്ടത്തെ പാർട്ടി ക്ലാസ്സിൽ ആശയങ്ങളായിരുന്നു പഠിപ്പിച്ചതെങ്കിൽ ഇന്ന് ആയുധത്തിൻ്റെ മൂർച്ചയെപ്പറ്റിയാണ് ഓർമ്മിപ്പിക്കുന്നത്. SFI കാലം മുതലേ ഇവർക്ക് കിട്ടുന്ന സ്പെഷ്യൽ ട്യൂഷൻ ശത്രുക്കളെ എങ്ങനെ നിഗ്രഹിക്കാം എന്നതിനെക്കുറിച്ചാണ്. സ്വന്തം വീട് കൂരയായാലും കൊട്ടാരമായാലും അവിടെ നമ്മളെല്ലാം സുരക്ഷിതമായിരിക്കുമെന്നതാണ് മനുഷ്യൻ്റെ പണ്ട് മുതൽക്കേയുള്ള ഒരു സങ്കല്പം. ഈ SFI കാരും DYFI കാരും പ്രസംഗിക്കുമ്പോൾ പറയുന്നത് നിൻ്റെയൊക്കെ വീട്ടിൽ കയറി വെട്ടും, അറിയാമല്ലോ SFIയെ, അറിയാമല്ലോ DYFIയെ എന്നൊക്കെയാണ്. നീയൊക്കെ ഉമ്മാൻ്റെയും ബാപ്പാൻ്റെയും കൂടെ ഉണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളങ്ങ് കയറി വരും. ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു DYFI നേതാവിനെ നമ്മൾ കണ്ടു. കയ്യും കാലും വെട്ടുമെന്ന് പ്രിൻസിപ്പാളിനോട് പറയുന്ന SFI നേതാവിനെയും കണ്ടു. എന്നിട്ടും AK ബാലനൊക്കെ ഗദ്ഗത കണ്ഠനായി പറയുകയാണ് SFIയുടെ ചോര കുടിക്കാൻ ആരെയും ഞങ്ങൾ അനുവദിക്കില്ല എന്ന്. ചോര കുടിക്കാനും നക്കാനുമുള്ള അവകാശമെല്ലാം AK ബാലൻ്റെ പാർട്ടിക്ക് മാത്രമാണ്. കേരളീയവും മാനവീയവും ഒക്കെ കൊട്ടിഘോഷിക്കുമ്പോഴും നവോത്ഥാന കേരളം തീരമണഞ്ഞിട്ടും എന്താണ് പിണറായിസ്റ്റുകളെ നിങ്ങളുടെ ഈ ചോരക്കളി മാറാത്തത്? ഹൃദയം വെടക്കായാൽ ക്രിയ എങ്ങനെ ശോഭിക്കും സഖാക്കളെ?